ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയരെ, ആഗോളതലത്തിൽ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ മനുഷ്യവർഗത്തിന്റെ മുമ്പോട്ടുള്ള വഴികൾ അത് ഇരുളടഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് അറിയുവാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടി വെളിപ്പെടുത്തി തന്നിട്ടുള്ള അന്ത്യകാല സംഭവങ്ങളുടെ നടത്തിപ്പുകളാണ് അനുദിന വാർത്തകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമുഖത്ത് 3 മഹായുദ്ധങ്ങൾ സംഭവിക്കുമെന്ന് തിരുവചനം നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതൊക്കെ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുവാനായി ദൈവം ഒരുക്കിയതാണെന്ന സത്യം ലോക സംവിധാനങ്ങൾക്ക് അറിവില്ല, അഥവാ അവർ അറിഞ്ഞാൽ തന്നെയും അത് അംഗീകരിക്കുന്നുമില്ല. ആമേൻ. ദൈവം തന്റെ പ്രവാചകന്മാർ വഴി വെളിപ്പെടുത്തി തന്നിട്ടുള്ള 3 മഹായുദ്ധങ്ങൾ, അതിൽ 2 മഹായുദ്ധങ്ങൾ ഈ ഭൂമിയിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും 3-മതൊരു മഹായുദ്ധത്തിനു വേണ്ടി ലോക രാജ്യങ്ങൾ കക്ഷി തിരിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും യുദ്ധഭീഷണികളുടെ പുകച്ചുരുളുകൾ കൊണ്ട് മൂടപ്പെട്ട ഇന്നത്തെ ഈ അന്തരീക്ഷം ദൈവമക്കളെ അങ്ങനെ തന്നെ തുടരുമെന്ന് നമ്മൾ കരുതണ്ട. അങ്ങനെ അത് പുകഞ്ഞ് കത്തി ഒരു അന്ത്യവിധിയിലേക്ക് എത്തിച്ചേരുമെന്ന് നാം അറിഞ്ഞിരിക്കണം. ഒരു ഡൂം ഡേയുടെ കാലത്തിലേക്ക് സർവ്വതും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോക സംഭവങ്ങളെ നമ്മളൊന്ന് നോക്കിക്കേ. യുക്രൈന്റെ കാര്യം, യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യമായ യുക്രൈൻ ഒരു കാലത്ത് അത് റഷ്യൻ ഫെഡറേഷന്റെ കീഴിലുള്ള ഒരു രാജ്യമായിരുന്നു. 1991 അത് സ്വാതന്ത്ര്യം പ്രാപിച്ചു. അന്നു മുതൽ ഇന്ന് വരെയും അവർ സ്വതന്ത്ര രാജ്യമായിരിക്കുന്ന ആ രാജ്യത്തിന് ചുറ്റും അതിൻ്റെ തെക്കും വടക്കും അതിൻ്റെ കിഴക്കും ഭാഗമായിട്ട് റഷ്യൻ പടക്കൂട്ടങ്ങൾ ചുറ്റിയിരിക്കുകയാണ്. അവരതിനെ വളഞ്ഞ് അതിനെ വിഴുങ്ങുവാൻ തക്കവണ്ണം അതിനോട് അടുത്തിരിക്കുകയാണ്. ആ രാജ്യത്തിന്റെ അന്തം കുറിക്കുന്ന റഷ്യയുടെ അധിനിവേശം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നാറ്റോയും റഷ്യയും നേർക്കുനേർ നിന്നുകൊണ്ട് പോർവിളി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അമേരിക്ക റഷ്യക്കെതിരെ മുന്നറിയിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകരാജ്യങ്ങൾ ഭയത്തോടെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൈവാന്റെയും ഹോങ്കോങ്ങിന്റെയും ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് ചിന്തിച്ച്, ഏത് ദിവസമാണ് ചൈനയുടെ വായിൽ അവരുടെ ഇരയായി അവർ തീരുന്നതെന്ന് അറിയാതെ അവർ ഭയപ്പെട്ടു കഴിയുന്ന നാളുകളാണ്. റഷ്യയുടെ പോർവിമാനങ്ങൾ ഇസ്രായേലിന്റെ അതിർത്തികളിൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ തുർക്കിയും ഒപ്പം ചേർന്ന് ഭീഷണികൾ മുഴക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇറാനും ഹൂതികളും ഹിസ്ബുള്ളയും ഹമാസും സിറിയയ്ക്കൊപ്പം ഇസ്രായേലിന്റെ അന്ത്യം കുറിക്കുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലമാണ്. പ്രിയരെ, 3-ാം ലോകമഹായുദ്ധത്തിന്റെ പുകഞ്ഞു കത്തുന്ന അഗ്നിപർവ്വതത്തിന്റെ പുറത്താണ് ഇന്ന് ലോകം സ്ഥിതി ചെയ്യുന്നത്. അത് നാം ഗൗരവത്തോടെ കാണണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം, മഹാദൈവത്തെയും അവിടുത്തെ അത്ഭുത പ്രവർത്തികളെയും അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്തി തരുവാനുള്ള ഒരു എളിയ ശ്രമമാണ്. അതൊക്കെ തന്നെ മണവാട്ടിയുടെ വീണ്ടെടുപ്പും ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ അനന്തര നടപടികൾ കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിലേക്ക് പ്രവേശിക്കുവാൻ, ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിന്റെ കൃപ അധികമായി നമ്മളിൽ വ്യാപരിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വചനധ്യാനത്തിന്റെ ആരംഭമായി എസെക്കിയേൽ പ്രവചനം അതിന് 37-ാം അധ്യായത്തിന്റെ
21 22 വാക്യം, ആ വാക്യങ്ങൾ വായിക്കാം. പിന്നെ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി 4 പുറത്തു നിന്ന് സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്തെ ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും. ആമേൻ. ഇത് യഹോവ ആയ കർത്താവാണ് അരുളി ചെയ്യുന്നത്. അത് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. ആ തന്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ പ്രവചനം അവിടെ പറയുന്നത്. തന്റെ ജനത്തെ മടക്കിക്കൊണ്ടുവരും, സ്വദേശത്തേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരും. അവർ ഇസ്രായേൽ പർവ്വതങ്ങളിൽ ഏകജാതിയായി തീരും. പ്രഥമ ദൃഷ്ടിയിൽ ഇത്രയും കാര്യങ്ങൾ വായിച്ചു കേട്ട ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. തന്നെയുമല്ല, എസെക്കിയേൽ പ്രവചന പുസ്തകം അത് പ്രവചിക്കുന്നത് എസെക്കിയേൽ ആയിരിക്കുന്നതിനാൽ ആ പ്രവചന പുസ്തകത്തിന്റെ ആ കാലം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയ ഒരു പ്രവചനമാണിത്. അതുകൊണ്ട് ഈ പ്രവചനം അത് ഇസ്രായേലിന് വേണ്ടിയുള്ളതാണല്ലോ. അപ്പോൾ ഈ പ്രവചനം നടത്തുന്ന ആ കാലം ഇസ്രായേൽ ജനം പ്രവാസത്തിലാണ്. അപ്പൊ ഇത് ഇസ്രായേലിന് വേണ്ടി നടത്തുന്നതായ ഒരു പ്രവചനമായതുകൊണ്ട് പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ഇത്ര പഠിക്കുവാൻ, ഇത്ര മനസ്സിലാക്കുവാൻ എന്ന് നമുക്ക് കരുതിപ്പോവും. ഒരു പറച്ചിലുണ്ടല്ലോ, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അങ്ങനെ കരുതിയാൽ മതിയോ? അത് നമ്മോട് തന്നെയുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചപ്പോൾ, ആ തിരുവചനത്തിന് ധ്യാനത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം അത് എന്നോടുള്ള ദൈവത്തിന്റെ ഒരു ചോദ്യം തന്നെയാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതിയോ? അതിന് കാരണമുണ്ട്. ഈ പ്രവചനം നടക്കുന്നത് 2500 വർഷങ്ങൾക്ക് പുറകിലാണെങ്കിലും ആ പ്രവചനത്തിന് നിവർത്തിപ്പുണ്ടായത് ആ കാലഘട്ടത്തിലല്ല, പുതിയ നിയമസഭയുടെ കാലത്തിലാണ്. പുതിയ നിയമസഭയുടെ 1900 വർഷങ്ങൾ പിന്നിട്ട് 1948 ഈ പ്രവചനം നടക്കുന്നത്. പഴയ നിയമകാലത്ത് ആരംഭിച്ച് പുതിയ നിയമകാലത്ത് അത് പൂർത്തിയായ ഈ ദൈവവചനത്തോട് മുഖം തിരിച്ചു നിൽക്കുവാൻ പുതിയ നിയമസഭയ്ക്ക് കഴിയുമോ? അതുകൊണ്ട് പ്രവചനം എന്താണ്? ദൈവം പ്രവചനം തരുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ ആമുഖമായി അല്പം പറഞ്ഞ ശേഷം വിഷയത്തിലേക്ക് കടക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിന്റെ മടങ്ങിവരവ്, ആ ദിവസം മുതൽ നമ്മുടെ കർത്താവിന്റെ 2ാം മടങ്ങി വരവ് വരെ പ്രവചന അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാന കാര്യങ്ങളുടെ ഒരു ചെറിയ പഠനമാണ് തുടർന്നുള്ള ആഴ്ചകളിൽ ദൈവാത്മാവിനെ ആശ്രയിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് ഞാൻ അങ്ങനെ പറയാനായിട്ട് അതിന് സമയമെടുക്കുന്നത്? അവയെല്ലാം കേട്ട് ഗ്രഹിക്കുവാനും വിശ്വാസം വർദ്ധിക്കുവാനും കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാനുമാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്റെ നാമത്തിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതില് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. പ്രിയരെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉള്ളടക്കം ദൈവദൃഷ്ടിയിൽ ദൈവം നോക്കുമ്പോൾ അത് മനുഷ്യന്റെ ചരിത്രമാണ്, അത് ലോക ചരിത്രമാണ്, അത് മുഴുവനും ഭൂതകാല ചരിത്രവുമാണ്. ദൈവം നോക്കുമ്പോൾ അത് ഭൂതകാല ചരിത്രമാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയല്ല. പുറകിൽ കാണുന്നതെല്ലാം അവന് ഭൂതകാലമാണ്. അതിന് കാരണമുണ്ട്. അവൻ കാലത്തിന് അധീനനായിട്ടുള്ള ഒരു മനുഷ്യനല്ല. കാലത്തിന് അധീനനായിരിക്കുന്നത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ ടൈം ആൻഡ് സ്പേസിൽ, അതായത് കാലത്തിൽ അവനെ ബന്ധിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ദിനരാത്രങ്ങളിൽ കൂടി നമ്മൾ കഴിയുന്നത് കൊണ്ട് നമുക്ക് ഒരു ഭൂതകാലവും ഒരു വർത്തമാനകാലവും ഒരു ഭാവി കാലവും നമുക്കുണ്ട്. അതുകൊണ്ട് ഈ നടന്നു പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഭൂതകാലമാണ്, അത് ചരിത്ര സംഭവങ്ങളുമാണ്. എന്നാൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിവസം അത് നമുക്ക് വർത്തമാനകാലമാണ്.
അതുകൊണ്ട് ഇന്ന് എന്ന ദിവസത്തെ നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാളെയെപ്പറ്റി നാം ഒന്നും അറിയുന്നില്ല. ദൈവം അങ്ങനെയല്ല. ദൈവം ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നു. ദൈവം തന്റെ ജനത്തിന്റെ ഭാവി മുന്നമേ അറിയുന്നത് കൊണ്ട്, എന്നാൽ മനുഷ്യന് അറിയാത്തത് കൊണ്ട് അവരുടെ ഭാവിയെപ്പറ്റി അവരോട് അറിയിക്കുവാനായിട്ട് ദൈവം കൃപാലുവായി നമ്മളോട് വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടി വരാൻ പോകുന്ന അനേക കാര്യങ്ങൾ, ആ കാര്യങ്ങളെ ദൈവം മനുഷ്യന് കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. അതൊക്കെ പ്രവചനങ്ങളായിട്ട് നമ്മൾ അറിയുന്നു. അതൊക്കെ ദൈവം മുന്നമേ നമ്മെ അറിയിപ്പിച്ച പ്രീ ടോൾഡ് ഹിസ്റ്ററികളാണ്. അതുകൊണ്ട് പറയട്ടെ പ്രിയരെ, ദൈവവചനങ്ങളിൽ കൂടി വെളിപ്പെടുത്തി തന്നിട്ടുള്ള പ്രവചനങ്ങളെല്ലാം തന്നെ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയുടെ വഴിയിൽ നമ്മൾ തട്ടി വീണുടഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള തീവട്ടി വെളിച്ചങ്ങളാണ്. അതുകൊണ്ട് അതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ അറിയണം. ദൈവവചന പ്രകാരം നമുക്കറിയാം, പ്രവചനങ്ങളൊന്നും തന്നെ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നോ അവന്റെ അറിവിൽ നിന്നോ ഉളവാകുന്നതല്ല. അങ്ങനെ പറയപ്പെടുന്ന പ്രവചനങ്ങളുണ്ട്, അങ്ങനെ പറയുന്ന പ്രവാചകന്മാരുണ്ട്. ഊഹാപോഹങ്ങളുടെ അല്ലെങ്കിൽ സ്വന്തം മനസ്സിന്റെ കണക്കുകൂട്ടലുകൾ, ലോക അറിവുകൾ, ഇവയൊക്കെ കണക്കിലെടുത്ത് അല്പം സൈക്കോളജിയോട് ഉപയോഗിച്ച് പറയപ്പെടുന്നതായിട്ടുള്ള അത്തരം പ്രവചനങ്ങൾ, അതിനൊന്നും ക്ലിപ്തത ഉണ്ടായിരിക്കില്ല, കൃത്യതയില്ല. അത്തരം പ്രവചനങ്ങൾക്ക് അല്പായുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ സർവ പ്രവചനങ്ങളും ദൈവത്തിൽ നിന്നും ഉളവായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്കൊക്കെ വ്യക്തതയുണ്ട്, കൃത്യതയുണ്ട്. ദൈവം ചിലരോട് കൃപ തോന്നി അവരെ പ്രവാചകന്മാരായിട്ട് തെരഞ്ഞെടുത്തു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ദൈവത്തിന് തന്റെ ജനത്തോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിന് തന്റെ ജനത്തോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ തന്റെ പ്രവാചകന്മാരുടെ മേൽ തന്റെ ആത്മാവിനെ അയച്ച് അവരുടെ ആത്മാവിൽ ദൈവം അവരോട് സംസാരിക്കും. വരാൻ പോകുന്ന സംഭവങ്ങൾ, ആ വെളിപ്പാടുകൾ, അത് സ്വപ്നങ്ങൾ വഴിയായിട്ടോ ദർശനങ്ങൾ വഴിയായിട്ടോ ചിലപ്പോൾ വ്യക്തവും സ്പഷ്ടവുമായി ദൈവം സംസാരിക്കുന്നത് വഴിയോ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അവയൊക്കെ മനുഷ്യന്റെ ഇഷ്ടത്താൽ വരുന്നതല്ല, ദൈവത്തിന്റെ ഹിതത്താൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് പറയുന്നവയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾക്ക് ഇന്നത്തെ സഭാ ശുശ്രൂഷകളിൽ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഈ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പത്രോസ് അപ്പോസ്തലൻ തന്റെ 2-ാം ലേഖനത്തിൽ ആരംഭ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതത്രേ. അങ്ങനെയാണെങ്കിൽ ഈ ദൈവവചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അത് ദൈവ ശബ്ദമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അതിന് ചെവി കൊടുക്കണം. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ദൈവാത്മാവിനാൽ വെളിപ്പെടുത്തി തന്നിട്ടുള്ള പ്രവചനങ്ങളുടെ ആധികാരികതയെ ഉറപ്പിച്ചുകൊണ്ട് അപ്പോസ്തലൻ മുന്നറിയിപ്പ് തരുന്നത് എന്തിനാണ്? അതിന്റെ പ്രാധാന്യം തിരിച്ചറിയണം. അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് വിശ്വസിക്കണം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. അത് മുന്നിൽ കണ്ട് വിശ്വാസ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ആമേൻ. മഹോദര കാലത്തിന് മുമ്പേ സഭ എടുക്കപ്പെടും. പിന്നെ എന്തിനാണ് ഈ വക കാര്യങ്ങളിൽ നമ്മൾ സമയം പാഴാക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. പ്രിയരെ, പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നിട്ടുള്ള സുവിശേഷങ്ങളാണ് മത്തായിയുടെ സുവിശേഷം, മർക്കോസ്, ലൂക്കോസ് തുടങ്ങിയ സുവിശേഷങ്ങൾ. അതിലൊക്കെ അന്ത്യകാല സംഭവങ്ങളെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൽ തന്നെ വെളിപ്പാട് പുസ്തകം അതെടുത്തു നോക്കുക, പ്രവചന പുസ്തകമാണ്. അത് പഴയ നിയമ വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതല്ല.
പഴയ നിയമ വിശ്വാസികൾ ഒട്ടും വായിക്കുന്നുമില്ലത്. പുതിയ നിയമസഭയ്ക്ക് വേണ്ടി അത് എഴുതപ്പെട്ടതാണ്. അത് മുഴുവനും അന്ത്യകാല സംഭവങ്ങളാണ്, സഭയുടെ അറിവിലേക്കുള്ളതാണ്. മഹോത്തരകാലത്തിന് മുമ്പായി സഭ എടുക്കപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് ശരിയാണ്, ഞാനും അത് വിശ്വസിക്കുന്നു. എന്നാൽ നാം ജീവിച്ചിരിക്കുന്നു എങ്കിൽ ഈറ്റുനോവിന്റെ കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അത് നാം ഓർക്കണം. ഇവിടെയാണ് നമുക്ക് ദൈവപരിജ്ഞാനം ഉണ്ടാകേണ്ടത്. മറിച്ച് അലക്ഷ്യമായിട്ട് നമ്മൾ കടന്നു പോകരുത്. ഇത് ഈറ്റുനോവിന്റെ കാലമാണ്. ദൈവവചനം ദൈവശ്വസനീയമാണ്. ദൈവസഭയിൽ നിന്ന് ദൈവവചനം ഒന്നും തന്നെ വേറിട്ട് നിൽക്കുന്നില്ല. ദൈവസഭയോട് ചേർന്നത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? രാജാതി രാജാവായ യേശു ക്രിസ്തു തന്നെയാണ് സർവ പ്രവചനങ്ങളുടെയും കേന്ദ്ര ബിന്ദു. സംശയിക്കേണ്ട കാര്യമില്ല. ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ വെളിപ്പാട് 22-ാം അധ്യായം വരെ, അതിൽ തന്നെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ അതിന്റെ അവസാനം 22-ാം അധ്യായം വരെ സംഭവിക്കുന്ന സർവ കാര്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. തൃത്വത്തിന്റെ സമ്മേളനത്തിനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. സഭ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം സർവ പ്രവചനങ്ങളുടെയും ആശാ കേന്ദ്രം നമ്മുടെ കർത്താവിന്റെ വരവും ഉൽപ്രാവണവും വീണ്ടുമുള്ള മടങ്ങി വരവുമാണ്. അത് നാം അറിഞ്ഞിരിക്കണം. അവിടെ കൊണ്ടും തീരുകയല്ല, അവിടുന്ന് വീണ്ടും തുടരുകയാണ്. 1000 ആണ്ട് വാഴ്ചയുണ്ട്, പിന്നെ നിത്യതയുണ്ട്. അതുകൊണ്ട് പുതിയ നിയമ പ്രവചനങ്ങളായിക്കൊള്ളട്ടെ, പഴയ നിയമ പ്രവചനങ്ങളായിക്കൊള്ളട്ടെ, സർവ്വതും ലക്ഷ്യം വയ്ക്കുന്നത് ക്രിസ്തുവും മണവാട്ടിയുമാണ്. പ്രിയരെ, നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 37-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ആമേൻ. ഇവിടെ മറ്റൊരു പ്രവചനം കൂടെ പറയാണ്. അതിനു മുമ്പ് ഞാൻ ആദ്യം വായിച്ചു തുടങ്ങിയത് നിങ്ങൾ കേട്ടല്ലോ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്നു ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി 4 പുറത്തു നിന്ന് സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്തെ ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഇപ്പോൾ ഇവിടെ രണ്ടാമത് മറ്റൊരു പ്രവചനം ഇവിടെ പറയുകയാണ്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തെ കൊണ്ടുവരും. ഇവിടെ ശ്രദ്ധിക്കണമേ, ദൈവം ഇസ്രായേൽ ജനത്തെ എന്റെ ജനമേ എന്നാണ് അഭിസംബോധന ചെയ്ത് വിളിക്കുന്നത്. എന്റെ ജനമേ എന്ന് വിളിക്കുവാനായിട്ട് ഒരു കാരണമുണ്ട്. ദൈവം തന്റെ ജനമായിട്ട് അവരെ തിരഞ്ഞെടുത്തതാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ അവരെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിനെ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. സകല ജാതികളിലും വെച്ച് യഹോവയ്ക്കായിട്ട് ഒരു വിശുദ്ധ ജനത്തെ സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്തു. 3600 വർഷങ്ങൾക്ക് മുമ്പായി ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണത്. അങ്ങനെ പറയുന്നത് ശരിയല്ല. ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം തന്റെ മണവാട്ടി സഭയെ തെരഞ്ഞെടുത്തു. നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരേണ്ടതിന് ക്രിസ്തുവിൻ നമ്മളെ ദത്തെടുത്ത് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് കഴിഞ്ഞു. എന്നാൽ ആ മുദ്രയുടെ ആമീൻ ഹല്ലേലൂയ ആ വെളിപ്പാട് ആമീൻ അത് ആക്ഷരികമായിട്ട് ഈ ഭൂമിയിൽ വരുവാൻ വേണ്ടി ദൈവം ഒരു വിത്ത് ആദ്യം ഒരുക്കുകയാണ്. തേരഹിന്റെ മകനായ അബ്രഹാമിന് ദൈവത്തിന്റെ വിളിയുണ്ടായി. അവൻ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് കൽപ്പിക്കുകയാണ്. അവനോട് കൽപ്പിച്ചു, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക.
അബ്രഹാം ആ വിളി കേട്ട് ഇറങ്ങി വന്നു. അതുകാരണം ദൈവം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരിൽ കൂടി ഒരു ജനത്തെ തിരഞ്ഞെടുത്തു. അവരെ വിശുദ്ധീകരിച്ചു, സ്വന്തം ജനമാക്കി. അവരാണ് ഇസ്രായേൽ. അത് നമുക്കറിയാം. എന്നാൽ പലരും കരുതുന്നത് ദൈവം അവരെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നാണ്. എന്നാൽ വാസ്തവം അതാണോ? അങ്ങനെയല്ല പ്രിയരെ. ദൈവം അവരെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയുമല്ല, അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളെല്ലാം അത് നിറവേറാൻ പോകുന്നതേ ഉള്ളൂ. 1000 ആണ്ടോടുകൂടി അത് തീരുകയല്ല. ദൈവത്തിന്റെ നീതി അബ്രഹാമിനോടും അവന്റെ സന്തതിയോടും കൂടി നിത്യതയോളം നിലനിൽക്കുന്നുണ്ട്. അവരുടെ ഇന്നത്തെ ജീവിതം ദൈവഹിത പ്രകാരമല്ല, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. അത് സത്യമാണ്. അവർ ദൈവഹിത പ്രകാരമല്ല നടക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗേകളുള്ളത് അമേരിക്ക കഴിഞ്ഞാൽ ഈ അമേരിക്കയും ഇവരും അത് പറഞ്ഞാൽ ടെലവീവ് തന്നെയാണ്. ഞാനത് സമ്മതിക്കുന്നു. ദൈവത്തോട് അവർ വിശ്വസ്തത പുലർത്തുന്നില്ല. എങ്കിലും അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം ഈ വിഷയത്തിൽ ദൈവം വിശ്വസ്തനാണ്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വചനപ്രകാരം ഇസ്രായേൽ ശവക്കുഴിയിലാണ്. സ്വന്തം ജനമായി തെരഞ്ഞെടുത്തവരാണ് എങ്കിലും ഇപ്പോൾ അവരുടെ അവസ്ഥ, അവർ മരിച്ചു കുഴിയിൽ കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഇതിന് കാരണം? അവർ ദൈവത്തോട് മത്സരിച്ചു. ദൈവത്തോടും ദൈവവചനത്തോടും ദൈവകൽപ്പനകളോടും അനുസരണക്കേട് കാട്ടി. ജാതികളോട് ചേർന്ന് അവരുടെ ദേവന്മാരെ നമസ്കരിച്ചു, ബലികൾ അർപ്പിച്ചു. അങ്ങനെ അവർ പാപം ചെയ്തു. അവർ ദൈവത്തെ മറന്ന് ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയ ബലി പകരുകയും ചെയ്തു. ബാലിനെയും അശോര പ്രതിഷ്ഠകളെയും ചെന്ന് നമസ്കരിച്ചു. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു. ദൈവത്തിന് ഇത് മുന്നമേ അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് ദൈവം കൊടുത്തിരുന്നു. അതെവിടെയാണ്? ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 64-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും. അതിന് കാരണം എന്താണ്? ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അത് ഞാൻ വായിപ്പിക്കുന്നില്ല. 15 മുതൽ 69 വരെയുള്ള വാക്യങ്ങളിൽ അവർ ദൈവത്തെ മറന്ന് അന്യദേവന്മാരുടെ കൂടെ ദൈവഹിത പ്രകാരം മാറിപ്പോയാൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന സർവ്വ കാര്യങ്ങളോട് വെളിപ്പെടുത്തുന്നുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ തന്നെ അവർ ചെയ്തു. ദൈവത്തിനെതിരായിട്ട് അവർ ജീവിച്ചു. അതുകൊണ്ട് അവർക്ക് സംഭവിച്ചത് ദൈവം അവരെ ശിക്ഷിച്ചു. ദൈവം അവരെ ലോകമെമ്പാടുമുള്ള 100-ൽ പരം രാജ്യങ്ങളിലേക്ക് ചിതറിച്ചു കളഞ്ഞു. ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ഈ കാലത്തെ പുതിയ നിയമസഭയ്ക്കൊരു ദൃഷ്ടാന്തമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മൾ കാണുന്ന ഈ അന്ത്യകാല സഭ, ലവോദിക്യ സഭ, എല്ലാ മത്സ്യങ്ങളെയും പിടിക്കുവാൻ ഇട്ടിരിക്കുന്ന വല, അങ്ങനെയുള്ള ഇന്നത്തെ ഈ ആധുനിക സഭ, ആ സഭകൾ ഇന്ന് ചിതറിക്കപ്പെടുകയാണ്. വിശ്വാസികൾ ചിതറിക്കപ്പെടുന്നു. അവരുടെ തലമുറ ചിതറിക്കപ്പെടുന്നു. എന്താണ് കാരണം? നമ്മൾ ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോയി. ആ കാരണത്താലാണ്. ദൈവജനം അങ്ങനെ തന്നെയാണെന്ന് സാക്ഷ്യവും പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയരെ, നമ്മൾ കർത്താവിലേക്ക് മടങ്ങി വരണം. നമ്മൾ കർത്താവിലേക്ക് മടങ്ങി വരേണ്ട ഒരു കാലമാണ്. ആദ്യകാല സഭയുടെ സ്വഭാവത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ആദ്യകാല സഭയ്ക്കിടെ ആ സഭയുടെ സ്വഭാവം എന്തായിരുന്നു? ആദ്യകാല സഭയുടെ മാനദണ്ഡം എന്തായിരുന്നു? അന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. സഭയെ അന്ന് നയിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ സർവ ഇടങ്ങളിൽ നടന്നു. അപ്പസ്തോലികമായ ഒരു സഭയായിരുന്നു അത്. അപ്പസ്തോലിക സഭ എന്ന് പറയുമ്പോൾ അത് അയക്കപ്പെട്ടവരുടെ സഭ എന്നാണ്. മിഷണറി സഭയായിരുന്നു. ചെറിയ ചെറിയ കൂട്ടങ്ങളായിരുന്നു, മെഗാ ചർച്ചുകളല്ലായിരുന്നു. ആമീൻ. ഇന്നെല്ലാവരും മെഗാ ചർച്ചുകൾക്ക് വേണ്ടി ഓടുമ്പോൾ അന്ന് അത് ഭവനങ്ങളിൽ കൂടുന്നതായിട്ടുള്ള കൂട്ടായ്മകളായിരുന്നു. ആമീൻ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ.
അന്ന് വിശ്വാസികൾ എന്ന പേരല്ലായിരുന്നു, എല്ലാവരും ശിഷ്യന്മാരായിരുന്നു. എല്ലാ വിഷയത്തിലും ഒരേ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു, മനുഷ്യരിൽ ആശ്രയിച്ചില്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലതേ യഹോവയിൽ ആശ്രയിക്കുന്നതേ നല്ലതെന്ന് അവർ കരുതി. ഹല്ലേലൂയ. ആദ്യകാല സഭകളിൽ ഫൈവ് ഫോൾഡ് മിനിസ്ട്രി ഉണ്ടായിരുന്നു. 5 കൂട്ടം മിനിസ്ട്രി അവിടെ നടന്നിരുന്നു. ഹല്ലേലൂയ. സഭയിൽ ദൈവവചനം പഠിപ്പിച്ചത് മാത്രമല്ല, അവർ അത് പ്രായോഗികമായി നിലനിർത്തി. ഹല്ലേലൂയ. വൺ മാൻ ഷോ അവിടെ ഇല്ലായിരുന്നു, ചെറിയ കൂട്ടങ്ങളായിരുന്നു, എല്ലാവരും സഹോദരങ്ങളായിരുന്നു. പൗരോഹിത്യ രീതികൾ അവിടെ ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തെ അടക്കി ഭരിക്കുന്നതായിട്ടുള്ള മേലധികാരികളുടെ സിസ്റ്റങ്ങളില്ലായിരുന്നു. എല്ലാവരും സഹോദരങ്ങളായിരുന്നു. എല്ലാവരെയും അവരെ സഹോദരങ്ങളായിട്ടാണ് കണക്കിലാക്കിയത്. അപ്പോസ്തലനായ പൗലോസ് ആയിക്കൊള്ളട്ടെ, പത്രോസ് ആയിക്കൊള്ളട്ടെ, അവരെ ഹല്ലേലൂയ അപ്പോസ്തലന്മാർ ആയിരിക്കുമ്പോൾ തന്നെ അവർ സഹോദരങ്ങളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പൂർണ്ണ സമയവും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ജീവിച്ചിരുന്ന അവരെ ജീവിച്ച ഒരു കൂട്ടം ജനമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവരെ ദേശങ്ങളുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാദേശികമായിട്ട് പ്രാതിനിധ്യത്തോടെ അവര് പോയിട്ടില്ല. അവരെ മതത്തിന്റെ ചട്ടക്കൂട്ടിലല്ലായിരുന്നു, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഗ്രൂപ്പുകളുടെ ഭാഗമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദേശത്ത് ഏതെങ്കിലും ഒരു സഭ, അത് എളിയ സഭയുണ്ടെങ്കിൽ അവർ മാനിച്ചു, അവരെ സഹായിച്ചു. അവർ ഉപദേശം പഠിപ്പിക്കുക തന്നെയല്ല, അതിൽ ജീവിച്ചു. ഡെലിവറൻസ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരുമിച്ച് കൂടി ആരാധിക്കുന്നവരെ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് അവർ രക്തസാക്ഷികളായിരുന്നു. കർത്താവിന് വേണ്ടി ജീവനെ സമർപ്പിച്ചവരായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ ഒരു കാലം നമുക്ക് മടങ്ങി വരുമോ? ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു കാലത്തെ കുറിച്ചാണ്. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ചിതറിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിനെ മടക്കി കൊണ്ടുവരണം. അത് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയാണ്. അബ്രഹാമിനോട് മാത്രമല്ല, ദാവീദിനോടും ദൈവം ആ വാഗ്ദത്തം ചെയ്തു. അതിന് പ്രകാരം അവന്റെ സിംഹാസനത്തിൽ എന്നേക്കും ഇരുന്ന് രാജാവായി വാഴുവാൻ ഒരുവനെ ദൈവം മുന്നേ ഒരുക്കിയിരുന്നു. നമുക്കറിയാം, ദാവീദിന്റെ ജഡരക്തങ്ങളിൽ ഒരുവൻ പോലും ആ യോഗ്യതയ്ക്ക് ചേർന്നവർ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നേക്കും ഇരുന്ന് രാജാവായി വാഴുവാൻ ഒരുവൻ, അതിന് യോഗ്യൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്രയെ പൊട്ടിക്കുവാനും യോഗ്യൻ ആരെന്ന് ചോദിക്കുമ്പോൾ ആകാശവും ഭൂമിയും പാതാളവും സർവ ഇടങ്ങളിലുമുള്ള സർവരോടും ഹല്ലേലൂയ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആരുണ്ട്? ആരുമില്ല. ഒരുവൻ മാത്രം, ഒരു കുഞ്ഞാട്, അറക്കപ്പെട്ട കുഞ്ഞാട്, ക്രിസ്തു തന്നെ. അവന്റെ മടങ്ങി വരവിന്റെ കാലമാണ്. അതെത്രയും അടുത്തു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കേണ്ടവരാണ്. അവന്റെ വരവിന് മുമ്പായിട്ട് പിതാവ് അടിസ്ഥാനമിട്ട ഒരു സ്ഥലമുണ്ട്. അവിടെ തന്നെ ഒരു രാജ്യമുണ്ടാകണം. അവിടെ ഒരു രാജ്യമുണ്ടായാൽ മാത്രം പോരാ, അവിടെ പ്രജകൾ ഉണ്ടാകണം. അതിന് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് ഇസ്രായേൽ. ആ ദേശത്തേക്ക് യഹൂദന്മാർ മടങ്ങി വരണം. ഈ കാരണത്താൽ ഇന്നേക്ക് 2500 വർഷങ്ങൾക്ക് മുമ്പായി പ്രവാചകന്റെ ആദരങ്ങളെ ദൈവം ഉപയോഗിച്ച് ദൈവശബ്ദം പുറപ്പെടുവിച്ചിട്ടും അരുളി ചെയ്യുകയാണ്, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുവരും. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ തന്നിട്ടുള്ള പ്രവചനങ്ങൾ എല്ലാം തന്നെ ദൈവത്തിന്റെ മുന്നറിയിപ്പുകളാണ്. അതിൽ അനേക പ്രവചനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. അവയൊക്കെ ഇസ്രായേലിന്റെ ചരിത്രമായും ലോക ചരിത്രമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇനി സംഭവിക്കാനുള്ളത് അത്രയും അതിന് നിശ്ചയിച്ചിട്ടുള്ള കാലപരിധിയിൽ തന്നെ നടക്കേണ്ടതാണ്. ആ സമയം വരെയും അത് നിശബ്ദമായി മനുഷ്യരോടും കാലത്തോടും സമയത്തോടും ചേർന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നമ്മൾ അതിന്റെ സമയം അറിയുന്നില്ല. ദൈവം എല്ലാ ദർശനങ്ങൾക്കും ഒരവധി വെച്ചിട്ടുണ്ട് എന്ന് പ്രവാചകനായ ഹബക്കൂക്ക് വഴി പറഞ്ഞു.
ഹബക്കൂക്ക് 2-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. ദൈവമക്കളെ, ദൈവം തന്റെ വായിൽ നിന്നും വെളിപ്പെടുത്തി തന്നിട്ടുള്ള, പുറപ്പെട്ട് വന്നിട്ടുള്ളതായ ദൈവവചനം, അത് പ്രവചന വചനം. ആ വചനത്തിന്റെ ആ പ്രവചന നിവർത്തിപ്പിന് വേണ്ടി, ആമീൻ, ഹല്ലേലൂയ, സ്തോത്രം. ആ വചനം അത് യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടി ദൈവം ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. നമ്മളൊക്കെ ഉണ്ടും ഉറങ്ങിയും, ആമീൻ, നമ്മളുടെ സമയത്തെ നമ്മൾ വൃഥാ ചെലവാക്കിയും നമ്മൾ അലക്ഷ്യമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇടയിൽ നമ്മളോട് ചേർന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രവചന വചനവും നമ്മളോട് ചേർന്ന് നടക്കുകയാണ്. അതിന് ഒരു ലക്ഷ്യമുണ്ട്. അത് പറഞ്ഞവൻ, അത് വെളിപ്പെടുത്തിയവന്റെ ഉദ്ദേശം, അത് ലക്ഷ്യം, അത് പൂർത്തീകരിക്കാൻ വേണ്ടി ആ ലക്ഷ്യത്തിലേക്ക്, ആമീൻ, ബന്ധപ്പെട്ട് ഓടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ സമയത്തിൽ എത്തിച്ചേരുവാൻ അത് ബന്ധപ്പെട്ട് ഓടുകയാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ശബ്ദത്തെ വിശ്വസിക്കുന്ന ദൈവമക്കളെ, അത് വരും നിശ്ചയം തന്നെ. അതിനായി കാത്തിരിക്കുക. ദൈവമക്കളെ, ഈ കാലം വളരെ അധികം ശ്രദ്ധയോടെ കഴിയേണ്ട കാലമാണ്. ലോക സംഭവങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും തുടർന്നും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ കൂടിയേ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.